പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഇൻപുട്ട് ഡിവൈസസിലാണ് ക്ലാസ് എടുക്കാൻ പോവുക. ഇതിനു മുന്നേയുള്ള 2 ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലതരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് പരിശോധിക്കാം. എൻ്റെ പ്രസന്റേഷനിലേക്ക് പോകുന്നു. ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. അതിൻ്റെ പർപ്പസ് യൂസറിന് ഡേറ്റ ഫീഡ് ചെയ്യാനും, ആ ഫീഡ് ചെയ്ത ഡേറ്റ സ്വാഭാവികമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാനും, അനലൈസ് ചെയ്ത റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യാനും ഒക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതിനൊക്കെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സ് നമ്മൾ കൊടുക്കേണ്ടതായി വരും. ഈ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിസൾട്ടുകൾ ഇൻപുട്ട് ഡിവൈസിലൂടെ ഔട്ട്പുട്ട് ഡിവൈസിലൂടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. തിരിച്ച് ഇത് കൊടുക്കുന്ന ഉപഭോക്താവിന് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ റിസൾട്ടിനെ മനുഷ്യന് മനസ്സിലാകുന്ന ഫോർമാറ്റിലേക്ക് തിരികെ നൽകുക എന്നുള്ളത്. പലതരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഏറ്റവും അത്യാവശ്യമുള്ളതെന്ന് നമ്മൾ കരുതുന്നത് കീബോർഡ് തന്നെയാണ്. എന്നിരുന്നാലും ഇതൊക്കെ അത്യാവശ്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇൻപുട്ട് ഡിവൈസുകൾ തന്നെ വേണമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ കീബോർഡിനൊന്നും അത്രയൊന്നും പ്രചാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ കീബോർഡ് തന്നെയാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് കാണാനായിട്ട് കഴിയും. ഈ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റും കമാൻഡ്സും കമ്പ്യൂട്ടറിന് നൽകാനായിട്ട് കഴിയും. കൊടുക്കേണ്ട ഡേറ്റയും പിന്നെ നിർദ്ദേശങ്ങളും നൽകാനായിട്ട് കഴിയും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിനെ നമ്മൾ കോർട്ടി കീബോർഡ് എന്നാണ് പറയുന്നത്. QWERTY കോർട്ടി എന്ന് പറയാനായിട്ട് സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ കീബോർഡിന്റെ ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ക്യാരക്ടർ അടുക്കിയിരിക്കുന്നത് ആ രീതിയിലാണ്. QWERTY എന്ന് പറയുന്ന ആ ക്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോർട്ടി കീബോർഡ് എന്ന് പറയും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഇൻപുട്ട് ഡിവൈസ്. അതിന് വലിയ സ്കില്ലൊന്നും ഇല്ലാതെ തന്നെ, അഡീഷണൽ സ്കിൽസ് ഇല്ലാതെ തന്നെ നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് സ്പീഡിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചുകൂടെ പരിചയം കീബോർഡുമായിട്ട് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓപ്പറേഷൻ കോസ്റ്റും മെയിൻ്റനൻസും ഒക്കെ കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് എന്ന് കാണാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ടും 84 മുതൽ 109 വരെയുള്ള കീസ് നമ്മുടെ കീബോർഡിൽ ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. നമ്മുടെ പലതരത്തിലുള്ള കീബോർഡുണ്ട്. മൾട്ടിമീഡിയ സപ്പോർട്ട് ചെയ്യുന്ന കീബോർഡ്, അതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്ന കീബോർഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കീബോർഡുകൾ കീയുടെ എണ്ണം കൂടുതലായിരിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ പാഡും എന്ന് പറയുന്ന സ്പേസ് കാണത്തില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡുകളിലൊക്കെ തന്നെ അത്തരം കീസും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് കീസ് ഫിക്സഡ് അല്ല, അത് വേരിയിങ് ആണെന്ന് കാണാനായിട്ട് കഴിയും. ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു കീയുടെ പിക്ചർ കാണാനായിട്ട് കഴിയും. കീബോർഡിന്റെ പലതരത്തിലുള്ള കീസ് ഇതിനകത്തുണ്ട്. ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന അക്ഷരമാലയും അക്കങ്ങളും മാറ്റി നിർത്തിയാൽ തന്നെ മറ്റു പല കീകളും അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഏറ്റവും ഇടതുവശത്തെ കോർണറിൽ ESC എന്ന് എഴുതിയിരിക്കുന്ന എസ്കേപ്പ് കീയും, സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് വരണമെങ്കിൽ, എസ്കേപ്പ് ചെയ്ത് പുറത്ത് വരണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് കീ. അത് ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ ടോപ്പ് റോയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന F1, F2 എന്ന് F12 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫങ്ഷണൽ കീസ് ആണ്. അതും ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഇപ്പം വേർഡ് പോലുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ F1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് കിട്ടും, അത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സ് എടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള ചില ഫംഗ്ഷൻസ് നമുക്ക് വേഗത്തിൽ ലഭ്യമാകാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആയിട്ടാണ് ഈ ഫങ്ഷണൽ കീസ് ആക്ട് ചെയ്യുക. പിന്നെ ഉപയോഗിക്കുന്ന ബാക്ക് സ്പേസ് കീ ആണ്. ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഒരു കർസർ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചതിന് ശേഷം അതിന്റെ പുറകിലേക്ക് ഉള്ള ക്യാരക്ടേഴ്സ്, ലെഫ്റ്റിലുള്ള ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യാനായിട്ട് ബാക്ക് സ്പേസ് ഉപയോഗിക്കാം. ഡിലീറ്റും അത് തന്നെയാണ്. ഒരു കർസർ ഒരു ക്യാരക്ടറിന്റെ താഴെ കൊണ്ടുവച്ചതിന് ശേഷം ഡിലീറ്റ് പ്രസ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും.
പിന്നെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. സ്ക്രീൻ പ്രിന്റ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്നത് നമുക്ക് പ്രിന്ററിലേക്ക് കൊടുത്ത് പ്രിന്റ് ചെയ്ത് ഹാർഡ് കോപ്പി സൂക്ഷിക്കാനായിട്ട് നമുക്ക് പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കാം. നമ്പർ ലോക്ക് കീ എന്ന് പറയുന്നത് കീബോർഡുകളിൽ കാണും. അത് നമ്പർ കീ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യുകയും വലതുവശത്തുള്ള പാഡ് നമുക്ക് നമ്പർ കീസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. കാൽക്കുലേറ്റർ കീ പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ന്യൂമറിക് കീ പാഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം. പിന്നെ ഉള്ളത് കർസർ കീസ് ആണ്. ആ കർസർ കീസ് എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും ടോപ്പും ഡൗണും ആയിട്ടുള്ള ആരോസ് അതിന് ഉപയോഗിക്കുന്നു. കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയാനായിട്ട് കഴിയുന്ന കീ ആണ് പിന്നെ സ്പേസ് ബാർ. രണ്ട് വാക്കുകൾക്കിടയിൽ സ്പേസ് ലീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പേസ് ബാർ എന്ന് പറയുന്ന കീയുടെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റർ കീ ഉണ്ടാവുന്നുണ്ട്. എൻ്റർ കീയും പിന്നെയുള്ള വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഒരുപക്ഷെ എൻ്റർ കീക്കായിരിക്കും. ഒരു ലൈൻ ടെക്സ്റ്റ് നമ്മൾ ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിലേക്ക് നിയന്ത്രണം പോകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൻ്റർ കീ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 3 കീ ആണ് കൺട്രോളും ആൾട്ടും ഡെല്ലും എന്ന് പറയുന്ന കീസ്. ഷിഫ്റ്റ് കീ. ഷിഫ്റ്റ് കീ സ്വാഭാവികമായിട്ട് സാധാരണ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ആ ലെറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. ആൾട്ടും കൺട്രോളും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതൊരു ഷോർട്ട് കട്ടിന് ഉപയോഗിക്കുന്ന കീസുകളാണ്. ഷോർട്ട് കട്ട് കീസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കീകളാണ്. അതും മറ്റു പല കീയുടെയും കോമ്പിനേഷനിലൂടെ നമുക്ക് പുതിയ ഷോർട്ട് കട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള 1 മുതൽ 0 വരെയുള്ള അക്കങ്ങളും എ മുതൽ Z വരെയുള്ള അക്ഷരങ്ങളും നമുക്ക് കീബോർഡ് ലഭ്യമാണ്. പിന്നെ മറ്റു പല സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന സിംബൽസും നമുക്ക് ലഭിക്കും. പ്ലസ്, മൈനസ്, ബ്രാക്കറ്റ്, ബാക്ക് സ്പേസ്, കോളൻ, സെമി കോളൻ, ഫുൾ സ്റ്റോപ്പ്, അത്തരത്തിലുള്ള അഡീഷണൽ ക്യാരക്ടേഴ്സും നമുക്ക് ലഭിക്കുന്നതാണ്. ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള കീസ് നമുക്ക് കീബോർഡിനകത്ത് കാണാനായിട്ട് കഴിയും. പിന്നെ വരുന്നതാണ് പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. പോയിന്റിംഗ് ഡിവൈസ് സ്വാഭാവികമായിട്ട് അത് പോയിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെലക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്ന ഡിവൈസ്. നിങ്ങൾ കണ്ടിട്ടായിരിക്കും. മൗസ് തന്നെ പലതരത്തിലുള്ള മൗസുകളുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും പോകുന്നില്ലെങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. മൗസുകൾ തന്നെ 2 കീ ഉള്ള മൗസ് ഉണ്ട്, 3 ബട്ടണുള്ള മൗസുകളുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള മൗസുകളിൽ നമുക്ക് റൈറ്റ് ബട്ടൺ അല്ലെ, റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. സ്ക്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് നമുക്ക് നടുവിൽ കാണും. അപ്പോൾ അത്തരത്തിൽ മൗസ് നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിന്റെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് കർസർ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. മെക്കാനിക്കലായിട്ടുള്ള മൗസും പിന്നെ നമ്മൾ കാണുന്ന ഓപ്റ്റിക്കൽ മൗസും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. മെക്കാനിക്കൽ മൗസുകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. അതിനടിയിലൊരു റബ്ബർ ബോളും ആ ബോൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് XY ഡയറക്ഷനിലേക്ക് ഈ മൗസിനകത്തുള്ള ഒരു മെക്കാനിക്കലായിട്ടുള്ള റോളേഴ്സ് മൂവ് ചെയ്യുകയും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കറണ്ട് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഓപ്റ്റിക്കൽ മൗസുകൾ വരുമ്പോൾ പ്രകാശത്തിൻ്റെ ബ്ലോക്ക് അനുസരിച്ച് പ്രകാശരശ്മികൾ ഉപയോഗിച്ചിട്ടാണ് അത്തരം മൗസുകൾ വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നമുക്ക് ഉള്ള നേട്ടം എന്ന് പറയുന്നത് മെക്കാനിക്കൽ മൗസിൽ കാണുന്നത് പോലെ ഉള്ള ബോള് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് മൗസിൻ്റെ ഓപ്പറേഷൻ നടത്തിയെടുക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇതിന് നേട്ടമായിട്ട് കാണുക. പിന്നെ അതിന് സമമായിട്ടാണ് ഒരു മൗസിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ലഭ്യമാകുന്ന ഒരു ഡിവൈസാണ്, അതുപോലുള്ള ഒരു ഡിവൈസാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുകളിലൊരു ബോൾ ഉണ്ടായിരിക്കും. ആ ബോളിനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ബോൾ മൂവ് ചെയ്യുമായിരുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ പുറത്ത് കാണുന്ന ഈ പിക്ചറിൽ കാണുന്നത് പോലെ ആ ഓറഞ്ച് കളറിൽ കാണുന്ന ബോൾ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് മൂവ് ചെയ്യുക, ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത് രണ്ടിൻ്റെയും പർപ്പസ് ഒന്നേ ഉള്ളൂ. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു മെനുവോ അത്തരത്തിലുള്ള ഒരു ബട്ടണോ ഒക്കെ ക്ലിക്ക് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സെലക്ഷന് വേണ്ടി പൊസിഷൻ റീഡ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ 2 ഡിവൈസും. പിന്നെ ട്രാക്ക് ബോൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഗെയിമിന് വേണ്ടി എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഗെയിമിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് തന്നെയാണ് ജോയ്സ്റ്റിക് എന്ന് പറഞ്ഞ ഡിവൈസ്. ഇവിടെ കാറിലോ ബസ്സിലോ ഒക്കെ കാണുന്നത് പോലെയുള്ള ഗിയർ ബോക്സ് പോലെയുള്ള ഒരു ചെറിയ ഡിവൈസാണ്. ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഷാഫ്റ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിക്കാനായിട്ട് കഴിയും. അത് തിരിയുന്നതിനനുസരിച്ച് മൗസിന്റെ പോയിന്റർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ അങ്ങനെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ടും നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഷാഫ്റ്റിന് മേളിൽ നമ്മൾ കാണുന്ന ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് സെലക്ഷൻ നടത്താനും കഴിയുന്നതാണെന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നെ ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഡിവൈസിൽ വരുന്നതാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്ന ഡിവൈസ്. ലൈറ്റ് പെന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മൗസ് പെൻ എന്ന് അറിയപ്പെടുന്നു. അതൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. ഇലക്ട്രോ ഓപ്റ്റിക്കൽ പോയിന്റിംഗ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാനായിട്ട് കഴിയും. അതൊരു പെന്ന് പോലുള്ള ഒരു സാധനമാണ്. അതൊരു കേബിൾ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈറ്റ് പെന്നിന്റെ പോയിന്ററിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും ഡ്രോ ചെയ്യാനും ഒക്കെ കഴിയുന്നു എന്നുള്ളതാണ് ലൈറ്റ് പെന്നിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ നിങ്ങൾ ചില മൊബൈൽ ഡിവൈസിലും അത്തരത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. മൊബൈൽ ഡിവൈസിലും നമ്മൾ നമ്മുടെ ഒരു ചെറിയ എനിക്ക് തോന്നുന്നു സാംസങ്ങിന്റെ മൊബൈലിലൊക്കെയാണ് അത്തരത്തിൽ കണ്ടുവരുന്നത്. നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു സെലക്ഷനൊക്കെ നമുക്ക് മൗസ് പോലെ തന്നെ സെലക്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ലൈറ്റ് പെന്ന്. പിന്നെ ഡ്രോ ചെയ്യാനായിട്ടൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് നേട്ടമായിട്ട് കാണുന്നത്. പിന്നെ കാണുന്ന ഡിവൈസാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഡിവൈസ്. അത് നിങ്ങൾക്ക് പരിചിതമാണ്. മൊബൈലിലൊക്കെ കാണുന്ന പോലെ ടച്ച് ചെയ്ത് അല്ലെ, ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന മൊബൈലിലെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിസ്പ്ലേ സ്ക്രീൻ നമുക്ക് വേണം. എല്ലാ സ്ക്രീനിലും നിങ്ങൾക്ക് ടച്ച് എനേബിൾ ചെയ്യാനായിട്ട് കഴിയണമെന്നില്ല. അപ്പോൾ ടച്ച് എനേബിൾ ആയിട്ടുള്ള സ്ക്രീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമുക്ക് സെലക്ഷൻ നടത്താനായിട്ട് കഴിയും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബട്ടൺസോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം. അപ്പോൾ അവിടെ ഒരു സെൻസിറ്റീവ് എലമെന്റ് സ്ക്രീനിലുണ്ട് എന്നുള്ളതാണ് ഈ ടച്ച് എവിടെ നമ്മൾ തൊടുന്നു എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമായിട്ട് കാണാനായിട്ട് കഴിയുക. പിന്നെ വരുന്നതാണ് നമ്മുടെ ട്രാക്ക് പാഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലാപ്ടോപ്പുകളിലാണ് നമ്മൾ ട്രാക്ക് പാഡുകൾ കാണുക. ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു പാഡ്. ആ പാഡിനകത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിരൽ വെച്ചിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കർസർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ട്രാക്ക് പാഡിനകത്തുള്ളത്. അവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ആയിട്ടുള്ള എലമെന്റ്സും ഇല്ല, മെക്കാനിക് ആയിട്ടുള്ള എലമെന്റ്സും അല്ല വർക്ക് ചെയ്യുന്നത്. സെൻസേഴ്സിന്റെ സഹായത്തോടെ ഫിംഗർ സെൻസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം മൂവ്മെന്റുകൾ സാധ്യതമായി തീരുന്നത് എന്നിവിടെ സൂചിപ്പിക്കേണ്ടത്. പിന്നെ വരുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസാണ് സ്പീച്ച് റെക്കഗ്നൈഷൻ ഡിവൈസസ്. സ്പീച്ച് റെക്കഗ്നിഷൻ പല സ്ഥലങ്ങളിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാനായിട്ട് കഴിയും. അതല്ലാതെ തന്നെ ഗൂഗിളിനകത്ത് ഗൂഗിൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. ഒരു സാധനം നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സംസാരിച്ചാലും മതി. ഗൂഗിൾ നിങ്ങളുടെ സംസാരം റെക്കഗ്നൈസ് ചെയ്യുകയും അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തിരയേണ്ട വിവരങ്ങൾ തിരഞ്ഞു നൽകുകയും ചെയ്യുന്ന സംവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ സംസാരിക്കുന്ന സംസാര ഭാഷയെ കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഒരു പക്ഷേ സ്പീച്ച് റെക്കഗ്നിഷൻ ഉപയോഗിക്കുന്നത്. അത് ഇന്ററാക്റ്റീവ് സിസ്റ്റംസിലാണ് സാധാരണയായിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്തുന്നതെന്ന് കാണാനായിട്ട് കഴിയും. അതിനകത്ത് അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു മൈക്രോഫോണാണ്. ആ മൈക്രോഫോണും പിന്നെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് ഈ റെക്കഗ്നിഷൻ നടക്കുക, സ്പീച്ച് റെക്കഗ്നിഷൻ നടക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റംസ് പ്രത്യേകിച്ച് ചെയ്യുക. അപ്പോഴത് ഉപയോഗിച്ച് നമുക്ക് കമാൻഡ്സും ജനറേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ഇൻഫർമേഷനും നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ചില മൊബൈലിലൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമുള്ള മെസ്സേജ് നമ്മൾ പറഞ്ഞാൽ തന്നെ ഓപ്പൺ ചെയ്യുന്ന സംവിധാനം ഒരു പക്ഷേ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ കണ്ണു കണ്ടിടാത്ത ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി അവർ പല കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശബ്ദം ടെക്സ്റ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ഇമെയിൽ അയക്കാനും ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും നമുക്ക് നാവിഗേഷന് വേണ്ടിയുള്ള കമാൻഡ്സും ഒക്കെ നമുക്ക് സ്പീച്ച് റെക്കഗ്നിഷൻ ഡിവൈസിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്ന് കാണുന്നു. എന്നാലും എല്ലാ സമയത്തും നമുക്ക് സക്സസ് റേറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കാലത്ത് സക്സസ് റേറ്റ് അത്ര ഇല്ലായിരുന്നെങ്കിലും നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സക്സസ് റേറ്റ് 50% എന്ന് കാണുന്നുണ്ടെങ്കിലും നിലവിൽ നമുക്ക് 80-90% ഒക്കെ സക്സസ് കിട്ടുന്ന ഡിവൈസ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷെ പ്രശ്നങ്ങൾ ഒത്തിരി വരും എന്നെന്ന് ഞാൻ പറയുന്നില്ല. ഒരേ തരത്തിൽ സൗണ്ട് ചെയ്യുന്നുള്ള 2 വേർഡ്സ് ആൻ എയിം എന്നും നെയിം എന്നും വരും. അപ്പോൾ നമ്മൾ നെയിം എന്ന് പറയുമ്പോൾ ചിലപ്പം കമ്പ്യൂട്ടർ ആൻ എയിം എന്നായിരിക്കും എടുക്കുക. അപ്പോൾ അത്തരത്തിൽ ചിലത് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്.
പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചില നോയ്സസ്, നമ്മൾ സംസാരിക്കുമ്പോൾ ചുറ്റുപാടും ഉണ്ടാകുന്ന ചില ശബ്ദങ്ങളൊക്കെ നമ്മുടെ ശബ്ദവുമായിട്ട് കൂടിക്കലരുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയാതെ വരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും സക്സസ് റേറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. പിന്നെ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. അത് നമുക്ക് പരിചിതമുള്ള സാധനം തന്നെയാണ്. നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ നേട്ടം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നത് തന്നെ ഡിജിറ്റലായിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഡിജിറ്റലായിട്ട് എടുക്കുന്ന ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റലായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇമേജസ് നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു പക്ഷേ നമുക്ക് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയാനായിട്ട് കഴിയും. ഡിജിറ്റൽ ക്യാമറയ്ക്കകത്തും സെൻസേഴ്സ് തന്നെയാണ്, സീരീസ് ഓഫ് സെൻസേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ. സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് നമുക്ക് അതിനകത്ത് റെക്കോർഡിങ്ങിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന് കാണാനായിട്ട് കഴിയും. പിന്നെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ആ ഇൻഫർമേഷനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ക്യാമറയ്ക്കുള്ളിൽ നിങ്ങൾ മെമ്മറി കാർഡിൽ സേവ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യപ്പെടുവാനായിട്ട് കഴിയും എന്ന് കാണുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി മീറ്റിങ്ങുകൾ, ഗൂഗിൾ മീറ്റുകളും അത്തരത്തിലുള്ള വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ക്യാമറയെക്കാളും നമുക്ക് വെബ് ക്യാമുകളാണ് കുറച്ചുകൂടെ എളുപ്പം. വില കുറവുണ്ട് എന്നുള്ളതൊരു നേട്ടമായിട്ടും അത് മാത്രമല്ല അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ടും പലതരത്തിലും പല മോഡലിലുള്ള ചെറിയ ക്യാമറകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിനോടൊപ്പം നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് വളരെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് എളുപ്പമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടമായിട്ട് കാണുക. അപ്പോൾ അതൊരു പോർട്ടബിൾ വീഡിയോ ക്യാമറയാണ് വെബ് ക്യാം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ റെസൊല്യൂഷനിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, മിനിമം റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നിലവിൽ അതും നല്ല ക്യാമറകൾ വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ക്യാമറകൾ നമ്മുടെ ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിനുള്ളിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ക്യാമറ ഇൻബിൽറ്റ് ആണ്. മീറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് തുറന്നു വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമുഖമായിട്ട് ക്യാമറകൾ വരുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതല്ല എങ്കിൽ USB കേബിൾ ഉപയോഗിച്ചിട്ട് അത്തരം ക്യാമറകളെ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കഴിയുമെന്ന് കാണുന്നു. ലാപ്ടോപ്പിന്റെ മേളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിന്റെ മേളിലോ ഒക്കെ ഘടിപ്പിച്ചിട്ട് നമുക്ക് ആ വെബ് ക്യാമറകൾ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഡിജിറ്റൽ ക്യാമറ പോലെയല്ല. അപ്പോൾ എവിടെ വേണമെങ്കിലും അതിനെ പിടിപ്പിക്കാനായിട്ട് ഈസിയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നു. അതിൽ തന്നെ വെബ് ക്യാമറയിൽ തന്നെ 2 തരത്തിലുള്ള ക്യാമറകളുണ്ട്, സ്ട്രീമിങ്ങും സ്നാപ്ഷോട്ട് ക്യാമറകൾ. ഇപ്പോൾ സ്ട്രീമിംഗ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങിനൊക്കെ കൂടുതൽ ഫലപ്രദമാകുന്നത് സ്ട്രീമിംഗ് ക്യാമറകളാണ്. അതായത് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്ന സ്ട്രീമിംഗ് ക്യാമറകൾ. സ്നാപ്ഷോട്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ അത് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. എടുക്കുന്ന സമയത്ത് അതിനെ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. വെബ് ക്യാമിന്റെ നേട്ടം അത് ചീപ്പാണ്, കോമ്പാക്റ്റ് ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും, എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള നേട്ടമാണ്. അത് വളരെ അഫോർഡബിൾ ആണ്, അത് വളരെ വില കൊടുക്കേണ്ടതായി വരുന്നില്ല. മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. പിന്നെ അത് വളരെ റിയൽ ടൈം ഇമേജസ് നമുക്ക് എടുക്കാനും കമ്പ്യൂട്ടറുമായിട്ട് എളുപ്പത്തിൽ അത്തരത്തിലുള്ള ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ടും വളരെ ലളിതമായിട്ടുള്ള മാർഗമാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏകദേശം കുറേ അധികം ഇൻപുട്ട് ഡിവൈസുകളെ പറ്റി ധാരണ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. മുഴുവൻ ഡിവൈസുകൾ നമ്മൾ കവർ ചെയ്തിട്ടില്ല, അടുത്തൊരു സെഷനിൽ കവർ ചെയ്യുമായിരിക്കും. ഏകദേശം സമയം കഴിയുന്നത് കൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചത് ഇൻപുട്ട് ഡിവൈസുകളെ പറ്റിയാണ്. പ്രധാനമായിട്ട് ഇൻപുട്ട് ഡിവൈസിൽ കീബോർഡ്, പിന്നെ മൗസ്, പിന്നെ ട്രാക്ക് ബോൾ പറ്റി പറഞ്ഞു, ടച്ച് പാഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് റെക്കഗ്നിഷൻ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു, ഡിജിറ്റൽ ക്യാമറയെ പറ്റി പറഞ്ഞു. അപ്പോൾ സൗണ്ട് ഇൻഫർമേഷൻ ഡിജിറ്റൽ ഇമേജ് ഫീഡ് ചെയ്യാനും ടെക്സ്റ്റൽ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാനും പോയിന്റിംഗ് ആയിട്ടുള്ള ഡിവൈസ് ആയിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന വിവിധതരം ഡിവൈസുകളെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഡിവൈസുകളെ പറ്റി പറയാനായിട്ട് ശ്രമിക്കാം. ആദ്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ എടുത്ത മറ്റു 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ സിലബസ് കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയും. താങ്ക് യു സോ മച്ച്.